கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே, பொன்மணி உன் வீட்டில் சௌக்கியமா, நான் இங்கு சௌக்கியமே. உன்னை எண்ணி பார்க்கையில் கவிதை சுட்டுது, அது எழுத நினைக்கையில் வார்த்தை முட்டுது. ஓ கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே, பொன்மணி ഉൻ വീട്ടിൽ സൗഖ്യമാ, ഞാൻ ഇങ്ങ് സൗഖ്യമേ. ഹലോ, ഗുഡ് മോർണിംഗ്. സിന്ധു മാവളോസിൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കരോട്ടെ ഒന്നെങ്കിൽ മിഷ്യൻ്റെ സൗണ്ട്, അല്ലെങ്കിൽ അവരുടെ ബിക്കിയുടെ സൗണ്ട്. ബിക്കി എന്നാണ് അവർ പേരിട്ടേക്കുന്നത് കേട്ടോ. ചുമ്മാ കിടന്ന് കുവിക്കൊഴിക്കുക. മഴയായിട്ട് അഴിച്ചു വിടാഞ്ഞിട്ടായിരിക്കുമേ. മഴ പെയ്തു ചെറുതായിട്ടൊന്ന്, വലിയ മഴക്കാരുമായിട്ട് മഴ ചെയ്തില്ല, ചെറുതായിട്ടൊന്ന് പെയ്തു. അവിടെ അഴിച്ചു വിടാൻ കണ്ടോ, ചുമ്മാ കിടന്ന് കയറുക. അല്ലെങ്കിൽ മെഷീൻ ഓടായിരിക്കും. അതാണ് പിന്നെ പരിക്കാത്തത് തന്നെ ഇരുന്ന് എപ്പോഴും വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് പുറത്തൊക്കെ ഇറങ്ങിയിരുന്നൊന്ന് ഇൻട്രോ എടുത്തേക്കാം. എന്നാന്നോ ഒരു ശകലം തണുപ്പും നല്ലൊരു സുഖവും ഒക്കെ ഉണ്ട്. ഒരു കുഞ്ഞു മഴയൊക്കെ പെയ്ത് മാനമൊക്കെ തെളിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. ഇത് കണ്ടോ, ഇടയ്ക്കിടയ്ക്ക് ഒരു കൊതുകുണ്ട്. അതിനുവേണ്ടി ഞാൻ കൊതുബാറ്റും ഒക്കെ എടുത്ത് വെച്ചുകൊണ്ട് ചുമ്മാ ഇവിടെ വന്ന് ഇരുന്നതാണ്. ചുമ്മാ ഇങ്ങനെ ഒന്ന് ആസ്വദിച്ചൊക്കെ ഇരിക്കാമെന്നൊക്കെ തോന്നുന്നുണ്ട്. അപ്പം ഞാൻ തന്നാൽ വീഡിയോയും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതുണ്ടോ എൻ്റെ കയ്യേൽ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? എന്നാന്നറിയത്തില്ല, എന്തോ ദേ ഇവിടെയൊക്കെ എന്തോ ഒരു പാട് വന്നേക്കുന്നത് കണ്ടോ. പൊള്ളിയൊന്നുമല്ല കേട്ടോ, ഇത് ഇടത് കൈയാണ്. ക്യാമറയ്ക്കകത്ത് കാണുമ്പോൾ വലുത് കൈ കൊടുക്കുന്നത് അല്ലേ, എന്നാന്നറിയത്തില്ല. അതേ ഇവിടെയൊക്കെ ഉണ്ട് ചെറുതായിട്ട്. എന്നേലും തൊട്ടതാണോ എന്നറിയത്തില്ല. പക്ഷെ എന്നെ ഒന്നും ദേഹത്ത് തൊട്ടതായിട്ടൊന്നും എനിക്കറിയത്തില്ല, ഓർക്കുന്നേ ഇല്ല എൻ്റെ ഓർമ്മയിൽ. പക്ഷെ എന്നാണോ ഇന്നലെ മുതലൊരു പാടായിട്ടിരിക്കുന്നു. മുഖത്തെ ചൊറിച്ചിലിന് എൻ്റെ ഒരു ഫാമിലി മെമ്പർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, തേങ്ങാപ്പാൽ, നാളികേരം പാൽ തേച്ചിട്ട് കഴുകി നോക്കാം, അപ്പോൾ മാറിക്കോളൂന്ന് കേട്ടോ. അന്നത്തിന് എനിക്ക് മൊത്തം കാരം വരും. എനിക്ക് ഈ ഓയിൽ സ്കിൻ ആയതുകൊണ്ടേ അങ്ങനൊരു പ്രശ്നമുണ്ട്. ചൊറിച്ചിലൊക്കെ മാറി വരുന്നുണ്ട്. ചൊറിച്ചിലായിരുന്നു മൊത്തം കുരു, ഇപ്പോൾ മാറി വരുന്നുണ്ട് കേട്ടോ. ആരും വന്ന കേട്ടോ, നമ്മുടെ പ്ലാസ്റ്റിക്കൊക്കെ എടുക്കാൻ പറ്റിയില്ല. ഇത് നോക്കിക്കേ, ഇത് എങ്ങനെ ഞാൻ ഇവിടം വൃത്തിയാക്കും. ഞാൻ പറഞ്ഞു 2 ഇടിച്ച് ഞാൻ സൂപ്പാക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് വൃത്തി സേവതിയാണ്ട് ഷെട്ടിനകത്തുണ്ട്. ഞാൻ പറഞ്ഞു ഇടിച്ച് ഞാൻ സൂപ്പാക്കും. ഇത് എന്നാടി കാണിച്ച് വെച്ചെന്ന്. അവിടെ സേവതിയാൻ്റെ അവിടെ മണ്ണെടുത്തിട്ടേക്കുമല്ലേ, അവിടെ നിന്ന് വന്ന ഇത് കണ്ടോ, മഴ ചെറുതായിട്ട് പൊടിയുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇനി ഇത് വെള്ളം കോരി ഒഴിച്ച് കഴുകി വിട്ടില്ലെങ്കിൽ ആകെ പണി കിട്ടും, മൊത്തം കുളമായിട്ട് കിടക്കും. ഞാനാണെങ്കിൽ കുളിയും കഴിഞ്ഞ് എനിക്കാണെങ്കിൽ ഭയങ്കര പുറമേനായിട്ട് പോയി മെഷീനൊക്കെ കയറ്റി വന്ന് കുളിയും കഴിഞ്ഞിരിക്കുന്നത് ഞാനാ കണ്ടോ. പണി കിട്ടുന്ന പണി യോഗ ഉള്ളത് തേടി വെക്കേണ്ടത് അറിഞ്ഞു കേട്ടിട്ടുള്ളല്ലേ. ഇതിന് കഴിവ് വിടട്ടെ, എന്നെ ചെയ്യാനാ. മെഷീനൊക്കെ ഇട്ട് വന്നിട്ട് ഞാൻ ഒരു പണിയും ചെയ്യുന്നത് നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞ്. അപ്പോഴേ ഇവിടെ എല്ലാം ചളപുളക്കൻ ചെളിയാക്കി വെച്ചിട്ട് പോയി. ഇപ്പം പിള്ളേർ 2 വന്നിട്ട് പിന്നെ എന്നെ ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ മുറ്റമൊക്കെ കഴുകി കുട്ടപ്പനാക്കി. അയ്യോ എന്ത് വെള്ളം ആണെന്ന് അറിയോ ഒന്ന് കഴുകി പറഞ്ഞെങ്കിൽ. പിന്നെ വേറൊരു ചെടി കാണിക്കട്ടെ. ഇത് നേരത്തെ വെള്ളയും റോസും കൂടെ ചേർന്നായിരുന്നു. അതിപ്പം ദേ പീച്ചും റോസും കൂടെ ചേർന്നായി ഉണ്ടോ. ഒറ്റ ചൂടായത് കേട്ടോ. പക്ഷേ അതേ റോസും ഉണ്ട്, പീച്ചും വൈറ്റും കൂടെ ആയി ഉണ്ടോ. സത്യം പറഞ്ഞാൽ ഇവിടെ മുറ്റത്ത് സിറ്റൗട്ടിൽ ഇറങ്ങിയിരുന്നത് എന്നാണെന്നറിയാം, നമ്മുടെ ഇപ്പം ഉത്സവം നടന്നുകൊണ്ടിരിക്കുന്ന അമ്പലം നേണ്ട ആ ഒരു ഭാഗത്തായിട്ടാണ്. നിങ്ങൾ കൈ ചൂണ്ടിക്കാണിച്ചാൽ നിങ്ങൾക്ക് ആർക്കെല്ലാം മനസ്സിലാവുമോ എന്നാ പറയുക. ഞാൻ കാണിച്ചു തന്നിട്ടുള്ളൂ. ഇന്നവിടെ ആഴിയിറക്കമൊക്കെയാണ്. അപ്പം ചെറുതായിട്ടൊരു മഴയൊക്കെ പെയ്ത് ഭൂമിയൊക്കെ തണുത്ത് നിൽക്കുകയാണ് കേട്ടോ. ഇന്ന് പൊങ്കാലയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇവിടെ ഇരുന്നാലും ദേവീക്ഷേത്രമാണ്, നമുക്ക് ആ പ്രാർത്ഥനയ്ക്കകത്ത് പങ്കുചേരാൻ പറ്റും. കാരണം അവിടുത്തെ ചെണ്ടോട്ടും കാര്യങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ ആ ഒരു പ്രദേശത്തെ എല്ലാം കൂടെ മനസ്സിലോട്ട് ആ അമ്പലത്തിൻ്റെ മുറ്റത്താണ് നിൽക്കുന്നതെന്നുള്ള ഒരു രീതിയിൽ ഇവിടെ ഇറങ്ങിയിരിക്കുമ്പോൾ ഒരു സുഖം. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇറങ്ങിയിരിക്കാമെന്ന് വെച്ചാൽ കേട്ടോ. പിന്നെ ഇന്ന് ആറ്റുകാൽ പൊങ്കാലയല്ലായിരുന്നോ. നമ്മുടെ ഇവിടുന്ന് സതീശൻ ചേട്ടൻ്റെ ചേച്ചി വന്നിട്ടുണ്ട് കേട്ടോ, ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പം 2 ദിവസമായുള്ളൂ വന്നിട്ട്. ഒരു ദിവസം ഇളയമോളുടെ വീട്ടിൽ കുഞ്ഞിനെ കാണാൻ പോയേക്കുമായിരുന്നു. ഇപ്പം തിരുവനന്തപുരം പോയേക്കുവാണ്. തിരുവനന്തപുരത്താണ് ചേച്ചിയുടെയൊക്കെ നാട്, ചേച്ചിയുടെ സതീശൻ ചേട്ടൻ്റെ. അപ്പോൾ അങ്ങോട്ടേക്ക് പോയേക്കുക പൊങ്കാല ഇടാനൊക്കെ ആയിട്ട്. അപ്പം പുറന്ന് ഒത്തിരി പേര് പോകും കേട്ടോ ആറ്റുകാൽ പൊങ്കാലയ്ക്ക്. എനിക്കൊരാഗ്രഹമുണ്ട്, ഇതുവരെ പോയിട്ടൊന്നുമില്ല. അവിടെ ആ അമ്പലത്തിലും പോയിട്ടില്ല ഇതുവരെ. അപ്പോൾ എനിക്കൊരാഗ്രഹമൊക്കെ ഉണ്ട്.
അല്ല നമുക്ക് ആഗ്രഹിക്കാം, ഓരോ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നതും ദൈവം നടത്തി തരുന്നുണ്ട്. അപ്പോൾ ഇന്നതേ വലിയ സന്തോഷമായി. എന്താണെന്ന് വെച്ചാൽ അമ്മായി, എൻ്റെ ലാലിയമ്മാൻ്റെ അമ്മായി മിനിയമ്മായി, പിന്നെ സുമേഷിൻ്റെ പെണ്ണ് ആങ്ങളയുടെ എൻ്റെ കസിൻ ബ്രദറാണ് കേട്ടോ, അമ്മാവൻ്റെ മകനാണ്. അവരുടെ ഭാര്യമാരും ഒക്കെ നിന്ന് പൊങ്കാലയൊക്കെ ഇട്ടിട്ട് ഫോട്ടോ എടുത്തിട്ട് അന്ന് ഇട്ടേക്കുന്നത് കണ്ട് അപ്പോൾ ഭയങ്കര സന്തോഷമായി കേട്ടോ. നമ്മുടെ കുടുംബത്തിലുള്ള ആൾക്കാരൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ സർവ്വ ഐശ്വര്യങ്ങളും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ പൊങ്കാലയിടാൻ പോകുന്നത്. അയ്യോ എനിക്ക് ഈ മൂക്കിനും പ്രശ്നം, കുളിച്ച് കഴിയുമ്പോൾ ചീറ്റലും തുമ്മലും അതൊരു പ്രശ്നം. ഇപ്പോൾ 2 സെക്കൻഡ് പുറത്തിറങ്ങിയതല്ലേ. അപ്പോൾ ഈ ചെറിയൊരു മഴയൊക്കെ വായിപ്പോൾ ഇതിൻ്റെതായിട്ടുള്ള ഒരു അലർജിയും കാര്യങ്ങളും. എന്നതാണോ ഇതൊക്കെ ഒരു അസുഖമാണോ എന്ന് നിങ്ങളൊക്കെ വിചാരിക്കും. പക്ഷേ ഒരു അസ്വസ്ഥത, എന്തോ ഒരു ഇങ്ങനെ തുമ്മാൻ വരുന്ന പോലെയും കണ്ണ് ചൊറിയുന്ന പോലെയും മൂക്ക് ചൊറിയുന്ന പോലെയൊക്കെ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനുണ്ടല്ലോ ഒരു ഇതൊക്കെ നല്ല അസുഖമാണോ അല്ലേ. സത്യം പറഞ്ഞാൽ ഓരോ രോഗികളെ കാണുമ്പോൾ നമ്മൾ മനസ്സിൽ വിചാരിക്കണം എന്ത് ചെയ്യുമ്പോൾ. ഇന്ന് ഞാൻ രാവിലെ ഇതിന് പോയില്ലേ, മിഷനെ കയറാനായിട്ട്. ഇന്നലെ മുതലേ മിഷനെ കയറാൻ പോയി, ഇന്നലെയും പോയി, ഇന്നും പോയി. ഇതിപ്പോൾ 2ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്ന് സ്കൂട്ടി ഞാൻ മിഷനിലൊക്കെ കയറ്റി ഇറങ്ങി തിരിച്ച് താഴെ വന്നിട്ട് സ്കൂട്ടി ഇങ്ങോട്ട് എടുത്തുകൊണ്ട് പോരാനായിട്ട് നോക്കിയപ്പോഴത്തേനും ഒരു ചേട്ടനെ നടക്കാൻ പോലും പറ്റത്തില്ല കേട്ടോ. മനുഷ്യന് എന്തോ ആക്സിഡൻ്റ് കണ്ട് വിട്ടിയത്. എൻ്റെ ദൈവമേ, കാലൊക്കെ ഇങ്ങനെ നടന്നു പോകാൻ പറ്റത്തില്ല. അതേപോടൊക്കെ ഒരു രീതി വലിഞ്ഞു വരുവാണേ. എന്നിട്ട് എനിക്ക് പാവം തോന്നി. എന്നാൽ ഒരു 10 രൂപ കൊടുത്തേക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ വണ്ടി സ്റ്റാർട്ടാക്കിയില്ലായിരുന്നു. വണ്ടി ഇങ്ങോട്ട് തിരിച്ച് വെക്കാനായിട്ട് നോക്കുമായിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ വണ്ടി തിരിച്ചു വെച്ചപ്പോഴത്തേക്കും എന്നോട് ഓടി വന്നിട്ട് എന്നെ തോണ്ടിയേ. അപ്പം ഞാനോർത്തു പൈസയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും കേട്ടോ, ഇങ്ങനെ തൊട്ടു തന്നെ. അപ്പോഴത്തേനും ഞാനോർത്ത് പൈസയ്ക്ക് മക്കളെ സ്റ്റാൻഡ് കിടക്കുന്നതെന്ന്. അപ്പം ഞാൻ സ്റ്റാൻഡ് തട്ടിയിടാൻ ഞാനെന്ന് വെച്ചാൽ ചേട്ടനൊരു 10 രൂപ കൊടുത്തേക്കാം എന്ന് കരുതിക്കൊണ്ടാണ് സത്യം പറഞ്ഞാൽ സ്റ്റാൻഡ് തട്ടിയിടാൻ കേട്ടോ. ഞാൻ പറഞ്ഞാൽ ചേട്ടാ ഞാൻ സ്റ്റാൻഡ് തട്ടാഞ്ഞാന്ന് പറഞ്ഞു. എന്നിട്ടോ അന്നേരം ഞാൻ മുഖത്തോട്ട് നോക്കുന്നത്. ഞാൻ ഹെൽമെറ്റും വെച്ചേക്കുമായിരുന്നു. ഈ പുള്ളി വലിഞ്ഞു വന്നാൽ കോളത്തുകടയിലോട്ട് ഇങ്ങനെ ഒരു സൈസിലാണ് വന്ന് കയറുന്ന കണ്ടതേ. അപ്പം ഞാൻ ശരിക്കും മുഖം കണ്ടില്ലായിരുന്നു. എൻ്റെ ദൈവമേ, ഞാൻ എന്നിട്ട് ഹെൽമെറ്റിൻ്റെ ഇതും പൊക്കിയിട്ട് മുഖത്തോട്ട് ശരിക്കും പഠിച്ചു. ഷുഗർ കൂടിയതാണോ അതോ വല്ല ആക്സിഡൻറ്റും പറ്റുകയാണോ എന്നാന്നറിയില്ല. മുഖം മൊത്തം കരുവാളിച്ചിങ്ങനെ ഒരു ഭയങ്കര ഒരു വികൃത രൂപം, പേടിയാവും. എൻ്റെ ദൈവമേ, ഞാൻ മനസ്സിൽ ഓർക്കുക. വലിയ പ്രായമൊന്നുമില്ല മനുഷ്യന്. പണി ചെയ്ത് ജീവിക്കാനുള്ള ഒരു ആരോഗ്യമേ ദൈവം കൊടുക്കാതെ ഓരോ അസുഖത്തിൻ്റെ രൂപത്തിലൊക്കെ ഇങ്ങനെ വരുന്നത്. എൻ്റെ അപ്പം ഞാനോർക്കുക ഈ തുമ്മലും ചീറ്റലും ഒക്കെ അല്ലേ ഉള്ളൂ. ദൈവമേ ഒന്നും വരുത്താണ്ടിരിക്കട്ടെ, ആർക്കും ഒന്നും ഒരു അസുഖം വരുത്താണ്ടിരിക്കട്ടെ അല്ലേ. സത്യം പറഞ്ഞാൽ 5 മിനിറ്റ് ഇറങ്ങിയപ്പോഴത്തേനും സൗണ്ടൊക്കെ മാറി. അല്ല ഞാനെപ്പോഴും ചിന്തിക്കും, ദൈവമേ എനിക്ക് ഈ അലർജിയും കാര്യങ്ങളും ഇച്ചിരി നടുവിന് വേനയും പ്രശ്നവും കൈക്ക് വേനയും അത് കാലിന് വേനയൊക്കെ അല്ലേ ഉള്ളൂ. നമുക്ക് പണി ചെയ്ത് ജീവിക്കാൻ എൻ്റെ പൊന്ന് ദൈവമേ ആരോഗ്യം തരണേന്ന്. കാരണം ആരുടെ മുമ്പിൽ ഒന്നിനും പോകാതിരിക്കാനായിട്ട് ഒത്തിരി ഇതൊന്നും വേണ്ട. നമുക്ക് അന്നു കഴിഞ്ഞ് അവരോടത് പണിയാൻ പറ്റണേ. ഇന്നാ ചേട്ടനെ കണ്ടപ്പോൾ ഞാൻ മനസ്സിലോർത്ത് അത്യാവശ്യം ആരോഗ്യമൊക്കെ ഉള്ളൊരു മനുഷ്യനാണ്. പക്ഷേ ആ പുള്ളിക്ക് പണി ചെയ്ത് ജീവിക്കാനായിട്ടുള്ള കാഴ്ചയിൽ ആരോഗ്യമുണ്ട്. നല്ലൊരു തടിയൊക്കെ ഉള്ള മനുഷ്യൻ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്നാണോ എനിക്ക് തോന്നുന്നത്, എന്തോ അസുഖം വന്നതാണോ അതോ ആക്സിഡൻറ്റ് പറ്റുകയാണോ? മുഖം മൊത്തം പരിപാലിച്ചൊരു നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു പെട്ടെന്നൊരു പേടി പോലെ തോന്നുന്ന മാതിരിയായിപ്പോയി കേട്ടോ. എൻ്റെ ദൈവമേ, ആ മനുഷ്യന് ഓടി വന്നിട്ടേ സ്റ്റാൻഡ് ഇനി വല്ല ആക്സിഡൻറ്റും പറ്റുകയാണോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ആ ചേട്ടന് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ സ്റ്റാൻഡ് തട്ടാതെ അങ്ങോട്ട് വെച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ച് സ്റ്റാൻഡ് തട്ടാതിരുന്നു. അപ്പോൾ എന്നോട് വന്ന് തൂട്ടിയിട്ട് പറയാം. അപ്പോൾ ഞാൻ ആ മനുഷ്യൻ്റെ നല്ല മനസ്സാണ് കണ്ടത്. ഞാൻ വീഴും, സ്റ്റാൻഡ് തട്ടാതെ വണ്ടി എടുത്തുകൊണ്ട് പോകും. പക്ഷെ നമ്മുടെ വണ്ടിക്ക് സ്റ്റാൻഡ് തട്ടിയില്ലെങ്കിൽ വണ്ടി സ്റ്റാർട്ടാകത്തില്ല കേട്ടോ. അങ്ങനെ എൻ്റെ ദൈവമേ. അവിടുത്തെ മിക്കിയുടെ സൗണ്ട് കഴിഞ്ഞപ്പോൾ അവിടെ സജിയുടെ അവിടെ ടൈലിടുന്നതിൻ്റെ സൗണ്ടാണ് കേട്ടോ. ഈ അയലൊക്കെക്കാരെ കൊണ്ട് ഞാൻ തോറ്റു കേട്ടോ. സജി അപ്പുറത്ത് വീട് പണിയുന്നുണ്ട്. പിന്നെ ഞങ്ങൾ വീട് പണിയുണ്ട് ആൻറ്റി ചോദിക്കും ഈ വീഡിയോ കാണുമ്പോൾ. ഞങ്ങൾക്ക് വീടും പണിയുണ്ട്, ആൻറ്റിക്ക് ഒരു വീഡിയോയും ഉണ്ടെന്ന് പറയും. എന്താ ദൈവമേ മതി. അപ്പോൾ അവിടെ ടൈലിടിന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ സജിയുടെ അവിടെ. പണിയൊക്കെ ഏകദേശമൊക്കെ ഒന്ന് കഴിയട്ടെ, എന്നിട്ട് ഞാൻ വീടൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഈയിടെ ആരാണ്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, കുമാരിയമ്മയുടെ വീട് കാണിക്കുമോ എന്ന് ഞാൻ കണ്ടായിരുന്നു കമൻറ്റ്. അപ്പോൾ ഒന്ന് സെറ്റ് ആവട്ടെ എന്ന് പറഞ്ഞാൽ ഇപ്പം ടൈലിടിയിലും പരിപാടിയും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ ഒന്ന് സെറ്റ് ആവട്ടെ എന്ന് കരുതിക്കൊണ്ടേ ഞാൻ കാണിക്കാം കേട്ടോ. സജിയുണ്ട് ഇവിടെ പറഞ്ഞായിരുന്നു, ആൻറ്റി വീടിൻ്റെയൊക്കെ എടുത്ത് വീഡിയോ ഇടാൻ നമുക്ക് പണി കഴിയട്ടെ. അല്ല എടുക്കുക ആൻറ്റി എന്ന് അങ്ങോട്ട് പറഞ്ഞായിരുന്നു കഴിഞ്ഞ ദിവസം. അവിടെ നിന്നപ്പോൾ വീട് പണി കഴിയട്ടെന്നൊന്നും പറഞ്ഞില്ല, ആര് വീടിൻ്റെയൊക്കെ എടുത്തിട്ട് കേട്ടോന്നോ അങ്ങനെ എന്തോ പറഞ്ഞായിരുന്നു. എന്താ കണ്ടൻറ്റ് ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ചുമ്മാ ജസ്റ്റ് ഒന്ന് പോയായിരുന്നു രാവിലെ. അപ്പോൾ അവിടെ നമ്മുടെ ടൈലിട്ട ആൾ തന്നെയാണ് അവിടെയും ടൈലിടുന്നുണ്ട്. പിന്നെ എന്നാ പറഞ്ഞത്, ഇച്ചിരി നേരെ ഇവിടെ ഇറങ്ങി നിന്നപ്പോഴത്തേനും കണ്ടോ എൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ മാറിയത്. പക്ഷേ 2 ദിവസമായിട്ട് എനിക്ക് ഒരു പണി ലാഭമായിരുന്നുണ്ട്. എന്നാണെന്നറിയോ,
വെള്ളം ഒഴിക്കണ്ട ചെടിക്കും അതിന് വേണം വെള്ളം ഒഴിക്കുമ്പോഴത്തേന് സമയം സത്യം പറഞ്ഞാൽ 1.5-2 മണിക്കൂർ എടുക്കുവേ. കുഞ്ഞ് ഓസല്ലേ, അപ്പോൾ അതാണ് വെയിൽ കൊണ്ടിട്ട് അവിടെ ഇവിടെ എല്ലാം കുറേ പൊട്ടി. ഇനി ഒരു പുതിയ ഓസ് മേടിക്കണം. എന്നിട്ട് അവിടെ ഇവിടെയൊക്കെ ലീക്കായതുകൊണ്ട് എങ്ങനെ ഒരു 1.5 മണിക്കൂർ എടുക്കും. പക്ഷെ പയറിൻ്റെയും കൂടി ഒരു ചൂട് നനയാനും മാത്രമൊന്നും പെയ്തിട്ടില്ല. ചുമ്മാ ചെറുതായിട്ടൊന്ന് പൊടി ഒതുങ്ങി. അയ്യോ മുറ്റത്തെ അഴുക്ക് തന്നെ തരുന്നറിയാം. എന്നിട്ട് ഞാൻ എല്ലാം കഴുകി കുട്ടപ്പനാക്കി. അങ്ങനെയൊക്കെ ഇന്നത്തെ ദിവസം അങ്ങനെയൊക്കെ അങ്ങോട്ട് പോയി. ചില ദിവസം ഉണ്ടല്ലോ ഭയങ്കര പണിയാണ്. പണിയെന്ന് വെച്ചാൽ ഭയങ്കര പണിയായിരിക്കും ചെയ്യാൻ. എനിക്കൊരു മൂച്ച് കയറി കഴിഞ്ഞാൽ പിന്നെ സർവത്ര പണി ഒരുമിച്ച് അങ്ങ് ചെയ്യാൻ നോക്കും. അത് കഴിയുമ്പോൾ എനിക്കിപ്പോൾ പറ്റത്തില്ലെന്നാവും. പക്ഷേ പണ്ടാണെങ്കിൽ എനിക്ക് ആരോഗ്യം ഉണ്ടായിരുന്നു, ചെയ്യാൻ പറ്റും. പിന്നെ കടയിൽ പോകും, വീട്ടിൽ വന്നാലുള്ള വീട്ടിലത്തെ കാര്യങ്ങളെല്ലാം ചെയ്യും. വലിയേച്ചി അമ്മയും കൂടെ ഉണ്ടായിരുന്നപ്പോൾ വലിയ പണികളില്ലായിരുന്നു. പക്ഷെ അവർ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാ പണിയും വീട്ടിലെ സർവത്ര കാര്യം ചെയ്യണ്ടായിരുന്നോ. ഈ ഇന്നത്തെ സ്വഭാവം തന്നെയാണ് അന്നും. തൂക്കം തുടങ്ങി വരും പാത്രം കഴിക്കല്ലേ അന്നും ഇന്നും ഒക്കെ ഏകദേശം ഒരേപോലെ. പക്ഷെ അന്നൊക്കെ എനിക്ക് ആരോഗ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടല്ലോ അനങ്ങി എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കൊള്ളത്തില്ല, ഒന്നിനും കൊള്ളത്തില്ല. ഈ കൊണ്ടത്തടിയും വെച്ച് ഇങ്ങനെ ഇരിക്കാന്നല്ലാണ്ട് ഒരു ഫലവും ഇല്ല. കാര്യം 80 കിലോ വരെ ആയിരുന്നു. ഞാൻ ആ മെഷീനെ കയറാൻ പോകാൻ തുടങ്ങിയപ്പോൾ പാലായിൽ പോകാൻ തുടങ്ങിയപ്പോൾ ഞാൻ എൻ്റെ എക്സസൈസ് നിർത്തി. അപ്പോഴത്തേനും ഒറ്റ മാസം കൊണ്ട് 78-77 80 കിലോ ആയി. അത് കഴിഞ്ഞ് പിന്നെ ഞാനിപ്പം വീണ്ടും എക്സസൈസ് ചെയ്ത് 78 തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് 80-ന്ന്. എൻ്റെ പൊന്നെ എന്നോ പൊണ്ണത്തടിയാണോ നോക്കുന്നത് എനിക്കറിയത്തില്ല. വെള്ളം കുടിച്ചാലും എൻ്റെ ശരീരം തീർക്കും. എൻ്റെ എല്ലാവരും കളിയാക്കാൻ ഈ ഫുഡ് തിന്നാതിരുന്നിട്ട് അന്ന് കഴിഞ്ഞ ദിവസം കണ്ടു കേട്ടോ യൂട്യൂബിൽ ഒരു കൊച്ച് പിന്നെ ഫുഡ് കഴിക്കാതെ യൂട്യൂബ് കണ്ട് ബോഡി വെയിറ്റ് കൂടരുത്, സൗന്ദര്യം പോകുന്നൊക്കെ പറഞ്ഞുകൊണ്ട് കഴിക്കാതെ ഇരുന്ന് ആ കൊച്ചു മരിച്ചു പോയെന്ന്. അതോ ഒരു സ്ലിമ്മായിട്ടിരിക്കുന്ന കൊച്ച്. ഈ വണ്ണമില്ലാത്ത കുഞ്ഞുങ്ങളൊക്കെ എന്തിനാണോ ഈ പണിക്കൊക്കെ പോകുന്നത്? അല്ല, വണ്ണമുള്ളവരാണെങ്കിലും നമ്മൾ ഒരു അത്യാവശ്യം നല്ല അറിവുള്ളവരുടെ ഇതൊക്കെ കണ്ടിട്ടേ നമ്മളതൊക്കെ ചെയ്യാവുള്ളൂ കേട്ടോ സത്യം പറഞ്ഞാൽ. അല്ലാണ്ട് ചുമ്മാ ആരുടെയും കണ്ടിട്ട് കയറി അങ്ങനെ ഒരു ഇതില്ലാണ്ട് ചെയ്യാൻ പാടില്ല. എന്തൊരു എക്സസൈസ് ആണെങ്കിലും ഫുഡ് ഡയറ്റൊക്കെ ആണെങ്കിലും നോക്കുന്നൊക്കെ. പിന്നെ ഞാനിപ്പോൾ മറ്റേ ഇത് കുടിക്കുന്നില്ലേ, നമ്മുടെ 90 കൊണ്ട് തന്നില്ലായിരുന്നോ 6 ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ അല്ല സീഡ്സിൻ്റെയൊക്കെ. ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറയാൻ നട്ട്സേ ഉള്ളൂ അതിനകത്തല്ലേ. സീഡൊക്കെ മറ്റേ ചണവിത്തും ചിയ സീഡും ഒക്കെ ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതൊക്കെ രാവിലെ വെറും വയറ്റി ഇച്ചിരി കലക്കി കുടിക്കുന്നുണ്ട്. മണമൊക്കെ കുറയും, ആരോഗ്യം വെക്കും, അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഫുഡ് ഒത്തിരി കൺട്രോൾ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നാലും ഞങ്ങളുടെ പാരമ്പര്യമാണേ വിപ്പക്കുറ്റി ഉണക്കുക. അത് ഞാനതിന് അമ്മയോട് ചെല്ലുമ്പോഴേക്ക് അമ്മയുടെ വണ്ണം എനിക്ക് കിട്ടിയേക്കുന്നത്. ചാച്ചന് അത്ര വലിയ വണ്ണം ഇല്ലായിരുന്നേ. അത് ഞാൻ പറയാം. അപ്പോൾ അമ്മ പറയും കഞ്ഞി കുടിക്കുന്ന വീട്ടിലെ ആണെന്ന് എല്ലാവരും പറയുമല്ലോ. ചിലരെ കണ്ടാൽ പറയും ആ പെണ്ണിന് കഞ്ഞിയും വെള്ളമില്ലാത്ത വീട്ടിലെ അത് അങ്ങനെ പറയത്തില്ലല്ലോ കൂടി. ഇത് പൊഴിയുന്നുണ്ട്. അപ്പുറത്തെ മുറ്റത്ത് ചേച്ചിയും വന്നിരുന്നു. എന്തിയാ മുറ്റമൊന്നും കാണാൻ പറ്റുന്നില്ല. അതെ അതെ അതെ. അമ്പലത്തിൽ തന്നെ പോവാഞ്ഞേ? ഇവിടുത്തെ അമ്പലത്തിൽ പോയില്ലേ? ആണോ? മഴയത്ത് പാടാ. അതെ ഇന്നിപ്പോൾ സന്ധ്യയ്ക്ക് എങ്ങനെയാവോ? അതാ ഞാനും ഓർത്തു തീ കടിയല്ലേ. അല്ല അന്നേരത്തേനും മാറുമായിരിക്കും. 7:30 എങ്ങാണ്ടല്ലേ? ചിലപ്പോൾ കിട്ടുമായിരിക്കും. കിട്ടുമായിരിക്കും. പിന്നെ 7:30 ചേച്ചി? ആരിനും പഠിത്തമില്ലായിരുന്നോ? ആണോ? പരീക്ഷയല്ലേ? ഇത് ശക്തിക്ക് പെയ്യൊന്നുമില്ല. നമ്മുടെ ഉള്ള വെള്ളം പറ്റിപ്പോകാനായിട്ടുള്ള പണിയത്. ഉള്ള വെള്ളം പറ്റാനായിട്ടുള്ള മഴയാ. വെള്ളവും ആറും എല്ലാം പറ്റും. അതേന്നെ, കോട്ടയത്തൊക്കെ നല്ല മഴയായിരുന്നെന്ന്. അപ്പം വീണ്ടും മഴ ചെറുതായിട്ട് പൊടിയാൻ തുടങ്ങുന്നുണ്ട് കേട്ടോ. ഇനി രാത്രി വലുതായിട്ട് പെയ്യാനാണോ നിർത്തില്ല. എന്നാ പറഞ്ഞാലും ഉണ്ടല്ലോ, പെയ്യുമ്പോൾ നല്ല രീതിയിൽ പെയ്തില്ലെങ്കിൽ വെള്ളം നമുക്കൊക്കെ വലിയ ക്ഷാമമില്ല, ഒന്നുമില്ല. ആറിൻ്റെ അടുത്തൊക്കെ അതുകൊണ്ടൊക്കെ അളക്കാനൊക്കെ ആണെങ്കിലും വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ട് ആറ്റിലോട്ടൊക്കെ ആണെന്ന് ഇറങ്ങിപ്പോകാം. പക്ഷെ വെള്ളമില്ലാതെ 9 ഏക്കറോ അങ്ങ് ഒത്തിരി ഭാഗത്തുനിന്ന് ഇപ്പം ആറ്റിലോട്ട് അലക്കാനായിട്ടും കുളിക്കാനായിട്ടും ഒക്കെ വരുന്നുണ്ടേ. അങ്ങനെയുള്ളവർക്ക് കുടിവെള്ളം ഇച്ചിരി കിട്ടുന്നതായിരിക്കും. അതും കൂടെ പറ്റിപ്പോവും ഇങ്ങനത്തെ കുഞ്ഞുമഴ പെയ്താൽ. പിന്നെ ഭയങ്കര ചൂടുമായിരിക്കും, ഭയങ്കരമായിട്ട് ചൂടാവും. ദൈവമേ, ഭൂമി തണുക്കത്തക്ക രീതിയിൽ നല്ല 2 മഴ കിട്ടിയാൽ നല്ലതായിരുന്നു. ഇതിപ്പം പെട്ടെന്ന് പശുവിന് പുല്ലൊക്കെ ഇല്ലാത്തവർക്കൊക്കെ ഇച്ചിരി പുല്ലൊക്കെ കിളുക്കും. അങ്ങനെയൊക്കെ ഉള്ള ഒരു കുഞ്ഞി മഴയെ പെയ്തിട്ടുള്ളൂ. ഇപ്പോഴും വീണ്ടും ചാറിക്കൊണ്ട് നിൽക്കുന്നു.
ചാറുന്നുണ്ട്. എന്നാൽ അത് നല്ല രീതിയിൽ ഒറ്റ മഴ അങ്ങ് പെയ്താലല്ലേ അതുപോലെ ഈ കുഞ്ഞു കുഞ്ഞു മഴ ചാറിക്കൊണ്ട് നിൽക്കണം. എല്ലാവരും മുളകും കാപ്പിക്കുരുവും ഗ്രാമ്പും ഒക്കെ പറിച്ചിട്ടേക്കുമായിരിക്കും. ഇന്ന് സൂസമ്മ ചേച്ചി രാവിലെ ഉപ്പിറക്കി പോയിട്ട് വന്നപ്പോൾ പറഞ്ഞടി വെച്ചേ ഗ്രാമ്പു പൊട്ടിച്ച് കഴിഞ്ഞില്ലെന്ന്. ഞാൻ പോയി ഇച്ചിരി നേരമൊക്കെ പൊട്ടിച്ച് കൊടുത്തായിരുന്നു ഒരു ദിവസം. അപ്പം പൊട്ടിച്ച് കഴിഞ്ഞില്ലടി എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ തന്നെ ഇച്ചിരി കഴിയുമ്പോൾ ഒന്ന് കയറിപ്പോവാം, അങ്കുളിയെല്ലാം കഴിഞ്ഞിട്ട് കയറിപ്പോകാമെന്നൊക്കെ ഓർത്തുകൊണ്ട് നിന്നപ്പോഴത്തേനോ മഴ, പിന്നെ മടിച്ചു പോയില്ല. നാളെ പറ്റിയ ഇച്ചിരി നേരം കയറിപ്പോയി ചെയ്ത് കൊടുക്കണം. അല്ല നമുക്ക് എന്നാ ഒരു സാധനം എടുത്താലും സൂസമ്മ ചേച്ചി ഉണ്ടല്ലോ, ഒരു ചക്ക ആയിക്കോട്ടെ ഒരു കപ്പ ആയിക്കോട്ടെ ഒരു എന്തൊരു സാധനം എടുത്താലും അതിൻ്റെ ഒരു ഓഹരി എന്നെ വിളിച്ച് തരും. അപ്പം നമുക്കൊന്നും കൊടുക്കാനില്ല. അപ്പം നമ്മൾ പോയി അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കണ്ടേ. എന്നോട് പറഞ്ഞാൽ നിനക്ക് ഞാൻ തരാം കേട്ടോ, ഗരം മസാല പൊടിക്കാനായിട്ടൊക്കെ നമുക്ക് ഗ്രാമ്പൂക്കെ വേണമല്ലോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് കുമാച്ചി ചേച്ചിക്കാരനെ കുമാച്ചിയൊക്കെ പറിച്ചോന്നും ഒരു പറഞ്ഞില്ല. അവർ ഈ പണിയല്ലേ അറിയത്തില്ല, അവർക്ക് 3-4 ഗ്രാമ്പും ഉണ്ട്, പക്ഷെ പറിച്ചെടുത്തോന്നും അറിയത്തില്ല. അല്ല അന്നേ അവിടെയാണെങ്കിലും പോയി നമുക്ക് പറിച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒടിച്ചു കൊടുക്കുക തന്നെ ചെയ്യാം. പക്ഷേ ഗ്രാമ്പൂ കയറി പറിക്കാനൊന്നും നമ്മളെ കൊണ്ട് പറ്റത്തില്ലല്ലോ. സജി എന്നും രാവിലെ ഇങ്ങനെ ഇറങ്ങി പോരുമല്ലോ, അതുകൊണ്ട് പറിക്കുന്നുണ്ടൊന്നുമില്ല. അത്യാവശ്യം കുഴപ്പമില്ല, മഴ കയറാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ പറ്റുന്നത് കഴിഞ്ഞ അയ്യോ മിറ്റം കഴുക അമ്മ ഇപ്പം വീഡിയോ കോൾ വിളിച്ചേ. അപ്പോൾ മിറ്റം കഴിക്കൊണ്ടിരിക്കുകയായതുകൊണ്ട് ഞാൻ എടുത്തില്ല. അത് കഴിഞ്ഞ് പിന്നെയും വിളിച്ചപ്പോൾ ഞാൻ എടുത്തെന്നേരം അമ്മ ഫോൺ എടുക്കാത്ത. ഞാൻ പറഞ്ഞു ഇത് കണ്ടോ ഞാൻ മിറ്റം കഴുകുമായിരുന്നു. അന്ന് അവർ വന്നപ്പോൾ കഴുകിയതാ, മറ്റേ കാർ വാഷ് എടുത്തുകൊണ്ട് വന്നിട്ട് നല്ല വൃത്തിക്ക് കഴുകിയതാണ്. അത് കഴിഞ്ഞ് പിന്നെ കഴുകിയില്ലായിരുന്നു. ഞാൻ പറഞ്ഞു നല്ല കഴുകിയിടുമ്പോൾ നല്ല അടിപൊളിയായി. ഇപ്പോൾ സന്തോഷിൻ്റെ അവിടെ അവർക്ക് സിന്ദൂരും ജിപ്പുമൊക്കെ ഒക്കെ ഇടണം എന്ന് ഭയങ്കര ആഗ്രഹമാണ്. എങ്ങനെയെങ്കിലും തറയോടും കൂടി ഇടണമെന്നേ. എൻ്റെ ദൈവം എല്ലാവരും രക്ഷപ്പെട്ട് കിടക്കട്ടെ, നന്നായിട്ട് കിടക്കട്ടെ, ഐശ്വര്യമായിട്ടല്ലേ. നമുക്ക് കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ ദൈവമേ. ഇതൊക്കെ ദൈവമായിട്ട് എനിക്ക് നടത്തി തന്ന. ഇങ്ങനെ വല്ലതും പ്രതീക്ഷിച്ചാണോ, ഇങ്ങനെ വല്ലതും നടക്കുമെന്ന് ഓർത്താണോ, സ്വപ്നം കണ്ടതാണോ, ഒന്നുമല്ല. പക്ഷേ ദൈവമായിട്ട് ഓരോ കാര്യങ്ങളും എനിക്ക് ഓരോ സമയത്തും നടത്തി തരുന്നുണ്ട്. ഇപ്പം ഭയങ്കരമായിട്ടും യൂട്യൂബ് താന്നു പോയതുകൊണ്ട് പൈസ എനിക്ക് സംഘത്തിൽ എന്നെ ചെയ്യുന്നുണ്ട്. ഒരു ആദ്യം വെപ്രാളവും വിഷമമാണ് എനിക്ക്. ഈ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് വയ്യാഴ്ച വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു, ഈ വേദനയൊക്കെ കൂടുതൽ. കാരണം 10,000 രൂപ മാസം ഉണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ഒരു പണി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, കടയിൽ എവിടെയെങ്കിലുമൊക്കെ പോകുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ഒരിടത്തും പോകുന്നില്ലല്ലോ, കുറേ കാലങ്ങളായിട്ട് പോകാതിരുന്നുകൊണ്ട് എനിക്ക് ഇനിയിപ്പോൾ കടയിലൊക്കെ പോയി ഈ ഇതിലൊക്കെ കയറി മണ്ടയിൽ നിന്ന് എടുത്ത് കൊടുപ്പിച്ചേം പിറക്കൊന്നും പറ്റിയില്ല. അതുകൊണ്ട് എനിക്ക് ടെൻഷനായി, എന്നെ തീർത്ത്. പക്ഷേ ഇതുവരെ ദൈവം എനിക്കൊരു മുടക്കം വന്നില്ല കേട്ടോ, എല്ലാം ഭംഗിയായിട്ട് നടത്തി. കേട്ടോ കളികളെല്ലാം കൂടെ കാറിക്കൂവി വെച്ച് സന്ധ്യത്തിന് മഴ ഈ സൗണ്ട് ഇങ്ങനെ ഞാനും ഊന്നു. ഞാൻ ഇങ്ങനെ ഇറങ്ങി കുറച്ച് സമയമൊക്കെ ഇരുന്ന് എൻജോയ് ചെയ്ത്. സത്യം പറഞ്ഞാൽ എൻ്റെ കുഞ്ഞിലേ മുതൽ ഞാൻ എന്നും പണിയും കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് ഞാൻ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കുന്നത്. സത്യം കുയിൽ കൂതേ നല്ല രസം. ഇന്ന് ഞാനിവിടെ ഞാനിരിക്കുക കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട്. അപ്പോൾ എൻ്റെ ഈ ഫോണില്ലായിരുന്നു. ഇവിടെ വന്ന് ഈ കുഞ്ഞു കമ്പേ വന്നൊരു എട്ടത്തലച്ചിന്നായി ഞങ്ങൾ പറയുന്നത്, 2 തല മുടക്കുന്നു. എത്ര സമയം കൊണ്ട് നോക്കി എന്നിട്ട് ഒന്ന് കയറും. അപ്പം ഞാൻ എവിടെ നിന്ന് ഒരു സൗണ്ട് കേൾപ്പിക്കും, അന്നേരം അത് വീണ്ടും ഇരുന്ന് കയറും അങ്ങനെ. പക്ഷേ എന്നാലും എൻ്റെ ഫോൺ കുത്തിയിട്ടേക്കായിരുന്നു. പക്ഷെ ഞാൻ എണീറ്റ് പോയിട്ട് വന്നപ്പോഴത്തേനും അത് സ്ഥലം വിട്ടു. ഇങ്ങനത്തെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇന്നൊരു വൈകിട്ടത്തെ ഈവനിങ് ബ്ലോഗ് ഓർക്കിക്കണം. ഞാൻ ചായ കുടിച്ചു കേട്ടോ, അല്ലാതെ വേറെ സ്നാക്സും കാര്യങ്ങളൊന്നും കഴിച്ചൊന്നുമില്ല. ചായ കുടിച്ചു, മധുരം ഇടാത്ത ചായയാണ്. അതുകൊണ്ട് പിന്നെ നിങ്ങളെ എന്നാ കാണിക്കാനാ, വില കഴിക്കാനോ ഒക്കെ എടുത്ത് വെച്ചിട്ട് ഇത് കാരണം ഈ പൊണ്ണത്തടി കൂടുന്നുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. സത്യം പറഞ്ഞാൽ കഴിക്കേണ്ട ഒരു സമയത്ത് ഒരു 10, 25 വയസ്സ്, 26 വയസ്സ്, 28, 10, 28, 30 വയസ്സ് വരെയൊക്കെ നല്ല വിശപ്പിൻ്റെ സമയത്തൊക്കെ മേടിക്കാൻ പൈസ ഇല്ലായിരുന്നു, അല്ലെങ്കിൽ കഴിക്കാൻ നിർവാഹമില്ലായിരുന്നു. ഇപ്പോൾ എല്ലാ സാധനവും മേടിച്ച് തിന്നാൻ നിവൃത്തിയുണ്ട്. പിന്നെ എല്ലാ സാധനവും ചേട്ടാ വീട്ടിൽ കൊണ്ടുവരുന്നുണ്ട്, എല്ലാ ഇതുമുണ്ട്. പക്ഷേ കഴിക്കാൻ പറ്റത്തില്ല. എന്നാ പറയാനോ, ഒരു 40 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാം എല്ലാ സാധനങ്ങളും കുറച്ച് കഴിച്ചോണ്ടാൽ മതി. ഇതല്ലെങ്കിൽ എല്ലാ അസുഖവും ഓരോ രോഗങ്ങളും നമ്മളെ തേടി പിടിച്ച് വന്നിരിക്കും അല്ലേ. അതുകൊണ്ട് ഞാനിപ്പം ഒത്തിരി നിയന്ത്രിച്ച് പോവാം. ഇറച്ചിയൊക്കെ എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല, ഇപ്പം വലിയ ഇഷ്ടമൊന്നുമില്ല. അതാ ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ ദിവസം 1 കിലോ പോർക്ക് ചേട്ടാൻ മേടിച്ചോന്ന് കറി വെച്ച് ഒരാഴ്ചത്തേന് ചേട്ടായിക്ക് അത് മതി. അതിനുള്ള അത്ര ഉണ്ട്, ഞാൻ കഴിക്കുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ. അല്ല ഇച്ചിരി മീനൊക്കെയാണ് ഇച്ചിരി ഇഷ്ടമാണ്. ഇന്ന് ഞാൻ ഓർത്തായിരുന്നു ഇച്ചിരി മീൻ മേടിക്കണം എന്നൊക്കെ, പക്ഷേ പിന്നെ അങ്ങോട്ട് പോയില്ല, മടിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്നു വിശേഷങ്ങൾ. എന്നും എന്നതാ ഈ വിശേഷം പറഞ്ഞുകൊണ്ട് വരുന്നത്. ഞാൻ എന്നാൽ ഇപ്പോൾ ഓർത്തേ,
എന്നാൽ ഇച്ചിരി എന്തെങ്കിലും ഉണ്ടാക്കുന്ന എന്തെങ്കിലും കുക്കിംഗ് വീഡിയോ എടുക്കാമെന്ന് ഓർത്തുകൊണ്ട് ഞാൻ അടുക്കള ചെന്നു. എന്നിട്ട് ഞാനൊരു സാധനം ഉണ്ടാക്കാമെന്ന് കരുതിക്കൊണ്ട് തേങ്ങ എടുക്കാനായിട്ട് ഫ്രിഡ്ജ് തുറന്നപ്പോണ്ടല്ലോ മാവ് ഞാൻ അരി ഇന്നലെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പത്തിന്. അതെല്ലാം കൂടെ പതഞ്ഞ് ഫ്രിഡ്ജിനകത്തെല്ലാം ചാടി. അപ്പം ഞാൻ ഓർത്തു വേറെ സാധനം ഉണ്ടാക്കിയാൽ ഞാൻ അത് കഴിക്കണ്ടേ, അതിപ്പോൾ ഏതും രണ്ടപ്പം തന്നെ ഞാൻ വൈകിട്ട് ചുട്ട് കഴിക്കാം, അപ്പോൾ അത്രയും മാവ് കുറയുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് അവനെ എല്ലാം വീണ്ടും ഫ്രിഡ്ജിനകത്ത് എടുത്ത് റെഡിയാക്കി സെറ്റാക്കി വെച്ച് 2-3 അപ്പത്തിനുള്ള മാവെടുത്ത് പുറത്തും വെച്ചു. അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇന്ന് മൊത്തം ഉടായിപ്പായിരുന്നു. ഇന്ന് വലിയ പണിയൊന്നും ചെയ്തില്ല. ഇന്ന് പണി ചെയ്തോന്ന് ചോദിച്ചാൽ രാവിലെ എണീറ്റ് മുറ്റം വരെ എല്ലാം തൂത്തുവാരി പറക്കി അത് കഴിഞ്ഞിട്ട് മിഷീനെ കയറാൻ പോയി. റേഷൻ കടയ്ക്ക് പോയി. റേഷൻ കടയിൽ നിന്ന് സാധനമൊക്കെ മേടിച്ചു തോന്നു. അതെല്ലാം ഇട്ട് പറക്കിയൊക്കെ വെച്ചു. പിന്നെ പോസ്റ്റ് ഓഫീസിലൊന്ന് കയറി. പിന്നെ വന്നു കുളിച്ചു, ഫുഡ് സമയത്ത് കഴിച്ചു. അത് ഇനി മിറ്റം ഒന്ന് കഴുകി. ഇത്രയൊക്കെ ഉള്ളു പരിപാടി. പിന്നെ ഇനി വൈകിട്ടത്തേനും ചേട്ടാക്കി ഇച്ചിരി ഉണക്കക്കപ്പ വേവിച്ചതും പുറക്ക് കയറി ഇച്ചിരി ചോറും ഇരിപ്പുണ്ട്. പക്ഷേ ചോറ് വേണമെങ്കിൽ കഴിക്കട്ടെ, ഇല്ലെങ്കിൽ കപ്പ മാത്രം കൊടുക്കാം. ഞാനിപ്പോൾ ഇനി ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേനും 2 അപ്പം ചുട്ട് കഴിക്കും. പരിപാടി കഴിഞ്ഞു. അതൊക്കെയാണ് ഇപ്പോഴത്തെ പരിപാടികൾ. ഈസി ആയിട്ടുള്ള പരിപാടിയാണ്. ചില ദിവസം ഭയങ്കര കൊണ്ടുപിടിച്ച പണി, ചില ദിവസം ഒരു പണിയും ചെയ്യാതെ മടിച്ചിരിക്കും. പക്ഷേ പിറ്റേ ദിവസം ആകുമ്പോൾ 2 ദിവസം ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ എനിക്ക് പിന്നെ ഇച്ചിരി വേദനയൊക്കെ കുറവ് വരും. അത് ഈ മെഷീനിലും കൂടെ കയറുന്ന ഇച്ചിരി റെസ്റ്റ് എടുക്കുന്നതാണ് നല്ലത്. ശോഭചേച്ചി എന്നാണല്ലോ വായി വന്നത്. എനിക്കൊരു ശോഭചേച്ചി ഉണ്ട് കേട്ടോ, അത് അറിയാണ്ട് ശോഭചേച്ചി വരുന്നത്. ശ്യാമള ചേച്ചി എന്നോട് പറഞ്ഞായിരുന്നു 2 ദിവസം കുറച്ച് ദിവസം അടുപ്പിച്ച് നീ അന്ന് മിഷീനെ കയറ്, എന്നിട്ട് വലിയധികം കട്ടിപ്പണി കുറച്ച് ദിവസം ചെയ്യാതിരിക്കാൻ. ശ്യാമള ചേച്ചിക്ക് കണ്ണൻ്റെ അമ്മയ്ക്ക് എന്നെപ്പോഴൊക്കെ തന്നെയാണ് നടുവിനാണ് പ്രശ്നം, വേദനയാണേ. അപ്പോൾ നല്ലതായിട്ടൊന്ന് കുറഞ്ഞതായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഇപ്പം ഈയിടെ അവരുടെ വീട് പെയിൻ്റടിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇച്ചിരി അതും ഇതും പണിയും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോഴത്തേനും വീണ്ടും വേദന വരുവാണ്. നമുക്ക് 2 ആളിനോട് ചോദിച്ചാൽ കുറയാത്തതെന്ന്. ബാക്കി വരുന്നവർക്ക് എല്ലാം വേദന നന്നായിട്ട് കുറഞ്ഞു എന്ന് പറയുന്നുണ്ട്. ഈ ചതവൊക്കെ കിട്ടിയത് ഉണ്ടായിരിക്കാം. ചേച്ചിക്ക് പറമ്പുണ്ട്. അപ്പം ഈ പറമ്പിൽ കൂടെയൊക്കെ പോകുമ്പോൾ മഴക്കാലത്തൊക്കെ ഒത്തിരി തെന്നി കുത്തി വീണിട്ടുണ്ടെന്ന് നടുവ് പിടിച്ചേ, അതായിരിക്കും ചേച്ചിക്ക് വേദന. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ ഒരു ഉടായിപ്പ് വീഡിയോ ആണ്. നല്ല വീഡിയോ ഇട്ടിട്ടും കുക്കിംഗ് വീഡിയോ ഇട്ടിട്ടും ഡേ ഇൻ മൈ ലൈഫ് ഒരു ദിവസം ഫുള്ള് ഞാൻ പുറകെ നടന്ന് എനിക്ക് ആരും ഷൂട്ട് ചെയ്ത് തരാനില്ല. എന്നിട്ട് ഞാൻ എടുത്തിട്ടിട്ട് 1,000-2,000 പേര് ഒക്കെ കാണുന്നത്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇങ്ങനെയുള്ള പൊട്ട വീഡിയോ ഇടാമെന്ന്. നിങ്ങളൊക്കെ എന്നോട് അടങ്ങുമോ? ഇല്ലല്ലേ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നവരെല്ലാവരും എൻ്റെ കൂടെ തന്നെ നിൽക്കുമെന്ന് എനിക്കറിയാം കേട്ടോ. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് 2 വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ വന്നാൽ മതി, സിന്ധുവേ ഞങ്ങൾ കാണാനായിട്ട് നോക്കിയിരിക്കുമെന്ന് പറയുന്ന പിള്ളേരൊക്കെ ഉണ്ട് നമുക്ക്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഓരോ പൊട്ട വീഡിയോ ആയിട്ടാണ് ഞാൻ വരാം അല്ലേ. അപ്പോൾ ഇന്നത്തെ വിശേഷമൊക്കെ ഇത്രയും പോരെ, മതിയായില്ലേ? കത്തി വെച്ചത് പോലെ. ഇന്ന് പുട്ടൊന്നുമല്ല കഴിച്ചു, ഇന്ന് അപ്പോൾ കഴിച്ചേ കുറേ തള്ളി മറിച്ചല്ലേ. അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷമൊക്കെ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക, കൂട്ടത്തിൽ അവലോട്ടുണ്ടെങ്കിൽ ഇടിച്ചു പിടിച്ചേരാം. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെല്ലാവർക്കും ടാറ്റാ.